MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ കൊണ്ട് എളുപ്പത്തിലുള്ളൊരു പുഡിംഗ് ആണ്. ഇതുണ്ടാക്കാൻ നമുക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിനു വേണ്ടി 2 വലിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ആദ്യം ഇതിലൊരെണ്ണം നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ആപ്പിൾ മുറിക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആപ്പിൾ ഒന്ന് സോഫ്റ്റായി വരണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. ഇനി 2 നുള്ള് കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് വലുതായി കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അരച്ചെടുത്ത ആപ്പിളിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. 1/4 കപ്പ് പാലിൽ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതൊരു പാകത്തിനുള്ള മധുരമാണ്. മധുരം കുറച്ച് മതിയെന്നുള്ളവർക്ക് കുറവ് ചേർത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിളിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കാം. ബാക്കി ഗാർണിഷ് ചെയ്യാനായി മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇതിലേക്ക് നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആപ്പിൾ ചേർക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും അരിഞ്ഞതുകൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം
നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനിത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. 4 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയ ഒരു പുഡിംഗാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.